സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആവീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ 1200 ചിങ്ങമാസം 14-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ കാലത്ത് സൂര്യോദയം 6:19 അസ്തമയം വൈകിട്ട് 6:32 നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കിന്ന് സുപരിചിതമാണ്. 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നാം 10:49 മുതൽ 12:19 വരെയുള്ള സമയം രാഹുകാലമായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ തിഥി പ്രായണ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. തിഥി വീണ്ടും കറുത്ത് അമാവാസ്യയുടെ അടുത്ത് വരികയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭുരിസ്ത്രീ വിഭവ തിഥി ശ്രവണത. പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനമാകുന്നു തിഥി. തിഥി ശ്രവിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. വെള്ളിയാഴ്ച ഗർഭിണികൾ, സ്ത്രീകൾ, നാൽക്കാലികൾ ഇതൊന്നും തന്നെ യാത്രയ്ക്ക് അത്ര അനുകൂലമായി നാം വിധിക്കാറില്ല. വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും. നക്ഷത്രവും പ്രായണ പുണർദം നക്ഷത്രമാകുന്നു. പുണർദം പ്രായണ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. വെള്ളിയാഴ്ച ദേവിയുടെ ദിനമാകുന്നു. ഗ്രഹചക്രത്തിൽ വെള്ളിയാഴ്ചയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ നീചസ്ഥനായി തൻ്റെ കന്നിരാശിയിൽ നിൽക്കുകയാണ്. സെപ്റ്റംബർ 18 വരെ ശുക്രനെ അങ്ങേയറ്റം നീചസ്ഥിതിയാകുന്നു. അതിനാൽ ശുക്രനുമായി ബന്ധപ്പെട്ട വിവാഹ വിഷയങ്ങൾ, സൗഹൃദങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ ഇവയെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിപ്പിക്കുന്നു ശുക്രൻ. അതിനാൽ നന്നായി ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ ദേവീപ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി, അതേ രീതിയിൽ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ദേഹമുട്ട്, കർമ്മത്തിലുള്ള ശത്രുക്കളുണ്ടെങ്കിൽ കർമ്മമുട്ട്, വൈവാഹിക വിഷയത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ വിവാഹമുട്ട്, ഇതൊക്കെ ചെയ്യുക. ദമ്പതികൾ തമ്മിൽ മാനസികമായ അകൽച്ചയുണ്ടെങ്കിൽ ദാമ്പത്യമുട്ട് ചെയ്യുക. ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി കാലത്ത് 7:30 മുതൽ 9:15 വരെയുള്ള സമയവും ഉച്ചയ്ക്ക് രാഹുകാലം കഴിഞ്ഞുള്ള 12:20 മുതൽ 1:45 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.